രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം വേദി പങ്കിട്ടതിലെ വിവാദത്തിൽ പാലക്കാട് നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ പാർട്ടിക്ക് വിശദീകരണം നൽകി. MLA ഫണ്ട് പദ്ധതി ആയതുകൊണ്ടാണ് വേദി പങ്കിട്ടതെന്നാണ് വിശദീകരണം. നിലവിലെ സാഹചര്യത്തിൽ പ്രമീള ശശിധരനെതിരെ നടപടി ഉണ്ടായേക്കില്ല. അതേസമയം പാലക്കാട് BJPയിലെ വിഭാഗീയത മുതലെടുക്കാൻ കോൺഗ്രസ് നീക്കം തുടങ്ങി. പ്രമീള ശശിധരനെ കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്തു. ഇന്നലെ BJPയുടെ ജില്ലാ അധ്യക്ഷനും അതിനുശേഷം ജില്ലാ കമ്മിറ്റിയും അവർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നെല്ലാം പറഞ്ഞെങ്കിലും അത് അവരുടെ പാർട്ടിയുടെ ആഭ്യന്തര കാര്യമാണ്. അതിൽ ഞങ്ങൾക്ക് അഭിപ്രായമില്ല. പക്ഷേ പാലക്കാട് MLAക്ക് ഒപ്പം അല്ലെങ്കിൽ വികസനത്തിനൊപ്പം വേദി പങ്കിട്ടതിൻ്റെ പേരിൽ അവർക്കെതിരെ അവരുടെ പാർട്ടി നടപടി സ്വീകരിക്കുകയാണെങ്കിൽ അവരെ പിന്തുണയ്ക്കാൻ കോൺഗ്രസ് തയ്യാറാവും. യാതൊരു തർക്കവുമില്ല. ഷഫീളയോടത്ത് വിശദാംശങ്ങൾ നൽകി. അത് തന്നെയാണ് രാഹുലിന്റെ ഈ നീക്കങ്ങൾ, ഈ വലിയ തരത്തിലുള്ള കരുനീക്കങ്ങൾ നമ്മൾ കാണുമ്പോൾ എവിടെ നിന്ന് ഇത്തരത്തിലുള്ള ഐഡിയകൾ വരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവാത്തത്. കാരണം രാഹുൽ പാലക്കാട്ട് എത്തിക്കഴിഞ്ഞാല് രാഹുലിനെ കാലുകുത്താൻ സമ്മതിക്കില്ല, പൊതുപരിപാടികളിൽ പങ്കെടുപ്പിക്കാൻ സമ്മതിക്കില്ല, ഞങ്ങൾ തടയും, ഞങ്ങൾ ആനയാക്കും, ചെനയാക്കും, മറിക്കും എന്നൊക്കെ വെല്ലുവിളിച്ച ആളുകളെ തൻ്റെ കൂടെ നിർത്തിക്കൊണ്ട് ആ ഒരു പ്രതിഷേധത്തെ നേരിടാൻ രാഹുൽ മാങ്കൂട്ടത്തിന് സാധിക്കുന്നുണ്ടെങ്കിൽ, ഞാൻ നേരത്തെയും പറഞ്ഞു, വീണ്ടും ആവർത്തിച്ച് പറയുന്നു, മക്കളെ നിങ്ങൾക്ക് തെറ്റി. നിങ്ങള് ശാഖയിൽ കാണുന്ന ആളെ അല്ല, ഇത് രാഹുൽ മാങ്കൂട്ടമാണ്. അവിടെ നിങ്ങൾക്ക് പരിചിതമായ പല കാര്യങ്ങളും ശാഖയിൽ ഉണ്ടാവുമായിരിക്കും. പക്ഷേ പാലക്കാടിന്റെ രാഷ്ട്രീയ ഭൂപടത്തില് ഇപ്പോ രാഹുലിനെ കവച്ചു വെക്കാൻ മാത്രം പക്വതയാർജിച്ച അല്ലെങ്കിൽ രാഷ്ട്രീയ അനുഭവമുള്ള ഒരു വ്യക്തി മറ്റൊരാൾ ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോഴിതാ പാലക്കാട് ബ്ലോക്ക് കമ്മിറ്റി കൂടി രംഗത്തെത്തിയിരിക്കുകയാണെന്ന് പറഞ്ഞാൽ അവര് ഈ പറയുന്ന നഗരസഭാ അധ്യക്ഷയെ തങ്ങളുടെ പാർട്ടിയിലേക്ക്, കോൺഗ്രസിലേക്ക് സുസ്വാഗതം ചെയ്യുകയാണ്. നിങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിനോടൊപ്പം ഒരു വേദി പങ്കിട്ടു എന്നതിന്റെ പേരില് നിങ്ങൾക്കെതിരെ പാർട്ടി നടപടി ഉണ്ടാകുമോ ഇല്ലയോ അത് അവരുടെ വിഷയമാണെന്ന് പറയുന്നതോടൊപ്പം തന്നെ ഈ പാർട്ടിയിലേക്ക്, കോൺഗ്രസിന്റെ പ്രസ്ഥാനത്തിലേക്ക് നിങ്ങൾക്ക് ഏത് നിമിഷവും കടന്നു വരാം എന്ന് തന്നെയാണ് എല്ലാ വാതിലുകളും തുറക്കപ്പെട്ടിരിക്കുന്നു. നമ്മള് കഴിഞ്ഞ ഒരു ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞ സമയത്ത്, പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പാണ് പറയുന്നത് കേട്ടോ, പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് വരുന്നത്. അങ്ങനെ ഈ ഒരു ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഘട്ടങ്ങളില് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒരു പ്രതികരണം ഉണ്ടായിരുന്നു. എന്തായിരുന്നു? നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് റിസൾട്ട് വന്നതിന് ശേഷം രാഹുൽ നടത്തിയ ഒരു പ്രതികരണം ഉണ്ടായിരുന്നു. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പില് പാലക്കാട്ടെ എന്ന് പറഞ്ഞാൽ പാലക്കാട് ജില്ലയിൽ നിന്നുള്ള എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പാലക്കാട്ടെ അസംബ്ലി മണ്ഡലങ്ങളായ പല മണ്ഡലങ്ങളും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾ വിജയിച്ച് കയറും. അതിൽ ആദ്യത്തേത് തൃത്താലയായിരിക്കും എന്ന് പറഞ്ഞു. മനസ്സിലായില്ലേ? തൃത്താലയായിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തൃത്താലയിൽ കഴിഞ്ഞ ഇലക്ഷനിൽ VT ബൽറാം തോറ്റുപോയത് ഒരു എന്താ പറയുക, അവിചാരിതമായ തോൽവിക്ക് അപ്പുറത്തേക്ക് അത് ചില വീഴ്ചകൾ അവിടെയുള്ള പ്രാദേശിക ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്ന് മാത്രമല്ല, വളരെ നിസ്സാരമായ വോട്ടുകൾക്കാണ് അവിടെ തൃത്താലയിൽ VT ബൽറാം പരാജയപ്പെട്ടത്. ആ തൃത്താല മണ്ഡലം തിരിച്ചു പിടിച്ചുകൊണ്ടായിരിക്കും പാലക്കാട് ജില്ലയിലെ തിരിച്ചുവരവിന്റെ തുടക്കമെന്ന് രാഹുൽ മാങ്കൂട്ടം കഴിഞ്ഞ നിലമ്പൂര് ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം പറയുകയുണ്ടായിരുന്നു. ഇപ്പോ അതിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു മാസത്തോളം പാലക്കാട് നിയോജക മണ്ഡലത്തിൽ നിന്ന് മാറി നിന്ന രാഹുൽ മാങ്കൂട്ടം വിവാദങ്ങളും പുകപടലങ്ങളും ഈ പറയുന്ന കോലാഹലങ്ങളും ഒക്കെ സൃഷ്ടിച്ച പുകമറയിൽ നിന്ന് ഒരു മാസത്തോളം മാറി നിന്ന് രണ്ടാം വരവിലൂടെ തിരിച്ചെത്തിയ രാഹുൽ മാങ്കൂട്ടം അതിനു മുമ്പുണ്ടായ രാഹുൽ മാങ്കൂട്ടത്തിനേക്കാൾ ഏറെ ശക്തി ആർജിച്ചിരിക്കുന്നു, കരുത്താർജിച്ചിരിക്കുന്നു. ഈ കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല. കാരണം എനിക്ക് തോന്നുന്നു ഈ വിവാദങ്ങളൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് വലിയ ഒരു മുതൽക്കൂട്ടായിരിക്കുകയാണ്. അല്ലെങ്കിൽ അയാളുടെ ഒരു അക്സെപ്റ്റൻസ്, സ്വീകാര്യത അത് ഒന്നുകൂടി വർദ്ധിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അവിടെയും തീർന്നില്ല. അത് കഴിഞ്ഞ് തിരിച്ചെത്തിയ ശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാടിന്റെ മണ്ണില്, പാലക്കാട് നിയോജക മണ്ഡലത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന പൂർത്തീകരിച്ച പല പദ്ധതികളും
പല പദ്ധതികളും ഇത്തരത്തിൽ അയാളുടെ ഈ ഒരു 2 വർഷക്കാലത്തെ MLA എന്ന രീതിയിൽ അയാൾ 2 വർഷക്കാലം പ്രവർത്തിക്കാൻ പോകുന്ന ആ മണ്ഡലത്തിൽ തന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിന്റെ മാക്സിമം എന്ന് ഞാൻ പറയുന്നില്ല. പാലക്കാട് നിയോജക മണ്ഡലത്തിൽ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നാൾ വഴികളിൽ ചരിത്രത്തിൽ പാലക്കാട് നിയോജക മണ്ഡലത്തിലെ വികസന കുതിപ്പുമായി ബന്ധപ്പെടുത്തി നമ്മൾ വെച്ച് നോക്കുമ്പോൾ അതിൻ്റെ മുൻപന്തിയിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ എന്നിരുന്നാലും ആ മുൻപന്തിയിൽ ആ പാലക്കാടിന്റെ ചരിത്രം വരും കാലങ്ങളിൽ അടയാളപ്പെടുത്തുമ്പോൾ അവിടെ രാഹുൽ മാങ്കൂട്ടം MLA എന്നുള്ള ഒരു പേരുണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അത് പാലക്കാടിന്റെ വികസന ചരിത്രവുമായി ബന്ധം. പക്ഷേ ഇവിടെ എന്ന് പറയുന്നത് സന്ദീപ് വാര്യർ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്ത് കോൺഗ്രസിലേക്ക് വന്ന് കയറിയതുപോലെ തന്നെ അതുപോലെ അല്ലെങ്കിൽ അതിലേറെ ഒന്നുകൂടി അതിലേറെ എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ അതുപോലെ സമാനമായ രീതിയിൽ വളരെ ഗൗരവപരമായി കാണേണ്ട വളരെ തന്ത്രപരമായ ഒരു നീക്കത്തിലേക്ക് രാഹുൽ മാങ്കൂട്ടം കടക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഇതിന്റെയൊക്കെ മാസ്റ്റർ പ്ലാനും ഇതിനൊക്കെ ചുക്കാൻ പിടിക്കുന്നതും എന്തിന് ഇന്നലെ ആ ഒരു റോഡ് ഉദ്ഘാടനം MLAയുടെ ആസ്തി വികസന ഫണ്ടുമായി ഉപയോഗിച്ച് ആ ഫണ്ട് ഉപയോഗിച്ച് നടത്തിയ ആ റോഡ് ഉദ്ഘാടനം, ആ റോഡിന്റെ പ്രവൃത്തി അത് പൂർത്തീകരിച്ചു അതിന്റെ ഉദ്ഘാടനം ചെയ്യുന്ന ആ ഒരു വേദിയിലേക്ക് ഈ നഗരസഭാ അധ്യക്ഷ പ്രമീള ശശിധരനെ ക്ഷണിച്ചതും അവരെ കൊണ്ടുവന്നതും അവരെ അതിൽ പങ്കെടുപ്പിച്ചതും ഒക്കെ രാഹുലിന്റെ ചില തീരുമാനങ്ങൾ തന്നെയാണ് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന ചില സൂചനകൾ നൽകുന്നത്. ആ സൂചനകൾക്ക് അനുസരിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ വരും ദിവസങ്ങളിൽ ഇപ്പൊ നമ്മൾ ബ്ലോക്ക് കമ്മിറ്റിയിലെ അംഗങ്ങൾ എല്ലാവരും കൂടി ഈ പ്രമീള ശശിധരനെ കോൺഗ്രസിലേക്ക് സ്വാഗതം ചെയ്യുന്നത് നമ്മൾ കണ്ടു. അവര് കടന്നു വരികയാണെങ്കിൽ ഇരു കൈയും നീട്ടി സ്വീകരിക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് പറയുന്നതും നമ്മൾ കണ്ടു. ഇവിടെ കടന്നു വരികയാണെങ്കിൽ എന്ന് പറയുന്ന ഒരു ഇമാജിനേഷൻ ഇല്ല കേട്ടോ. അത് ഈ മാധ്യമങ്ങളിൽ അല്ലെങ്കിൽ ഈ രാഷ്ട്രീയ മേഖലയിൽ അല്ലെങ്കിൽ ഈ രാഷ്ട്രീയ പ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്നവരെ ഒരു രീതിക്കനുസരിച്ചുള്ള സംസാരമാണ്. പക്ഷേ ഇവിടെ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഈ പ്രമീള ശശിധരൻ അതുപോലെ തന്നെ ഇന്ന് രാവിലെ പോലും നമ്മൾ ചർച്ച ചെയ്ത ഈ ശിവരാജൻ BJPയുടെ മുതിർന്ന മുൻ ദേശീയ കൗൺസിൽ അംഗമൊക്കെ ആയിട്ടുള്ള ഇപ്പോഴും പാലക്കാട് നഗരസഭയിൽ നിന്നുള്ള അവരുടെ കൗൺസിലർ കൂടിയായിട്ടുള്ള ശിവരാജൻ അതുപോലെ തന്നെ മറ്റ് ചില കൗൺസിലർമാരടക്കം CPIയുടെ ആളുകൾ അടക്കമുണ്ട്. സഖാവായിട്ടുള്ള CPMന്റെ ഒരു കൗൺസിലർ അടക്കം മറ്റു ചില ആളുകൾ അടക്കം ഈ പറയുന്ന നഗരസഭയുടെ ഈ പറയുന്ന ഭരണസമിതിയുടെ കാലാവധി തീരുന്നതോടുകൂടി കോൺഗ്രസിലേക്ക് കടന്നു വരുമെന്നുള്ള സൂചനകൾ തന്നെയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ പാലക്കാട്ടെ BJPയുടെ അടിവേരറുത്തിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടം എന്ന് തന്നെ നമുക്ക് പറയാം. ഒരു സംശയമില്ലാതെ നിസ്സംശയം നമുക്ക് പറയാൻ സാധിക്കും. പാലക്കാട്ടെ BJPയുടെ അടിവേര് രാഹുൽ മാങ്കൂട്ടം അറുത്തിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് പുറത്തേക്ക് വരുന്ന വാർത്തകൾ. ഈ പ്രമീള ശശിധരൻ, ശിവരാജൻ, ബാക്കിയുള്ള 1-2 കൗൺസിലർമാർ BJPയിൽ നിന്ന്, അതുപോലെ CPMന്റെ മറ്റൊരു കൗൺസിലർ ഒക്കെ കോൺഗ്രസിലേക്ക് കടന്നു വരുന്നു. കോൺഗ്രസ് ഈ വരുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി പാലക്കാട് നഗരസഭയുടെ ഭരണം കോൺഗ്രസിന്റെ കയ്യിലായിരിക്കും, UDFന്റെ കയ്യിലായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട എന്നുള്ളത് തന്നെയാണ്. അതിലേക്കുള്ള എല്ലാ സൂചനകളും വന്നുകൊണ്ടേയിരിക്കുന്നു. ഈ പറയുന്ന ആസനത്തിന് തീ പിടിച്ച അവസ്ഥയാണ് BJP നേതൃത്വത്തിനുള്ളത്. എസ്പെഷ്യലി പ്രശാന്ത് ശിവനും അതുപോലെ C കൃഷ്ണകുമാറും. പാലക്കാട് BJPയിൽ 2 അല്ല 3 അല്ല 4 അല്ല അതിലേറെ വിഭാഗങ്ങളുണ്ട്. പക്ഷേ അവിടെ പ്രഗത്ഭരായിട്ട് എല്ലാത്തിനും മേൽക്കോയ്മയായിട്ട് പാൽ സൊസൈറ്റിയിലേക്ക് തിരഞ്ഞെടുപ്പ് വന്നാലും, ഈ പറഞ്ഞ നഗരസഭയിലേക്ക് തിരഞ്ഞെടുപ്പ് വന്നാലും, അസംബ്ലി മണ്ഡലത്തിലേക്ക് തിരഞ്ഞെടുപ്പ് വന്നാലും, പാർലമെന്റ് നിയോജക മണ്ഡലത്തിലേക്ക് തിരഞ്ഞെടുപ്പ് വന്നാലും എല്ലായിടത്തും C കൃഷ്ണകുമാറാണ് സ്ഥാനാർത്ഥിയാവുക. അത് എന്ന് പറയുന്നത് പാലക്കാട്ടെ BJPയിലെ C കൃഷ്ണകുമാറിന്റെ ഒരു സ്വാധീനമാണ്. അവിടെയും പലപ്പോഴായിട്ട് ഈ പറയുന്ന സംസ്ഥാന കമ്മിറ്റിക്ക് പരാതി പോയിട്ടുണ്ട്. പാൽ സൊസൈറ്റിയിലും C കൃഷ്ണകുമാർ തന്നെയാണ് മത്സരിക്കുന്നത്. ഇവിടെ എന്താ BJPയിൽ മറ്റാളുകളില്ലേ എന്ന്. എന്താണെങ്കിലും ഈ വിഭാഗീയത മുതലെടുത്തുകൊണ്ട് പ്രമീള ശശിധരനെയും ശിവരാജനെയും അടക്കമുള്ള ആളുകളെ
കോൺഗ്രസ് ക്യാമ്പിലേക്ക് എത്തിക്കുവാൻ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ തീരുമാനം. അതിനുള്ള പച്ചക്കൊടി സംസ്ഥാന KPCCയിൽ നിന്ന് ലഭിച്ചിട്ടുമുണ്ട്. നിങ്ങൾ അപ്പൊ ചോദിക്കും, രാഹുൽ ഓൾറെഡി കോൺഗ്രസ് പ്രാഥമിക അംഗത്തിൽ നിന്ന് സസ്പെൻഷനിലാണല്ലോ എന്ന്. അപ്പൊ ഞാൻ തിരിച്ചു പറയും, അത് സസ്പെൻഷൻ മാത്രമാണ്, അയാളെ പാർട്ടി പുറത്താക്കിയിട്ടില്ല എന്ന്. അപ്പോ കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. ഈ പറയുന്ന BJPയുടെ അടിത്തറ തോണ്ടിയിരിക്കുന്നു, അടിവേരിളക്കിയിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ. ഈ തിരിച്ചുവരവ് വെറുതെ അങ്ങ് വന്നതല്ല. ഒരു MLA ആയി ഇരുന്നു കൊണ്ട് തന്റെ MLA ആയിട്ടുള്ള പ്രവർത്തനങ്ങൾ മാത്രമേ പാലക്കാട് നിയോജക മണ്ഡലത്തിൽ ചെയ്യൂ എന്നുള്ള ഒരു തീരുമാനത്തിലല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട്ടേക്ക് തിരിച്ചെത്തിയിരിക്കുന്നത്. പാലക്കാട്ടെ BJPയുടെ അടിവേറക്കാൻ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടം പാലക്കാട് തിരിച്ചെത്തിയിരിക്കുന്നത്. അതിന്റെ പ്രതിഫലനങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി വരും ദിവസങ്ങളിൽ